ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു ഷോർട്ട് ഫിലിം റിവ്യൂലേക്ക് സാർ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബിൽ റിലീസ് ചെയ്ത അല്ലെങ്കിൽ സൈനപ്പിൽ റിലീസ് ചെയ്ത മൂവി ഒരു ഷോർട്ട് ഫിലിമായിരുന്നു റോമി ആൻഡ് ലൈജു എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമും. നമ്മൾ റിവ്യൂ ചെയ്യാൻ കാരണം നമ്മുടെ മലയാളത്തിലൊരു പ്രധാനമായിട്ടുള്ള നടനാണ് ഇതിൽ ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നത്. ഒരു കാശ് നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൈൻ ടോം ചാക്കോ, അതുപോലെ തന്നെ ആദിത്യ പ്രസാദ് തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായും കാശിങ് വന്നിട്ടുള്ളത്. റോമിയോ ലൈജ് ഏകദേശം ഡ്യൂറേഷനുള്ള 14 മിനിറ്റാണ് ഡ്യൂറേഷനുള്ളൂ. നമ്മുടെ സൈനപ്പ് ലഭ്യമാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, റോമിയോ എന്ന് പറയുമ്പോൾ പ്രണയത്തിൻ്റെ ഒരു നായകൻ എന്ന് പറഞ്ഞ പോലെ തന്നെ പരിവേഷമാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ തുടക്കം തന്നെ നമ്മുടെ ഷൈൻ ചോക്ക് ഭയങ്കര ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ റോമിയോ ലൈജു എന്ന് പറഞ്ഞു, കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രണയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രണയമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങളും കൊണ്ടൊക്കെ അദ്ദേഹം ദുബായിലോട്ട് പോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എനിക്കൊന്ന് ഷൈൻ്റെ സിനിമയേക്കാൾ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് സിനിമയേക്കാൾ അല്ലെങ്കിൽ 14 മിനിറ്റ് വരുന്ന ഒരു അഭിനയം ഇതിലുണ്ട്. അത് വളരെ മികച്ച നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കോമഡി ആണെങ്കിൽ പോലും രസമായിട്ട് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഷൈൻ മാത്രമല്ല, ആദിത്യ ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൽ ബാക്കിയുള്ള കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികളുണ്ട്. അവരാണെങ്കിൽ പോലും ഒരു അഭിനയം തന്നെയാണ് കാഴ്ചത്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പാട്ടാണ് വരുന്നുള്ളൂ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയ പാട്ട് തന്നെയാണ്. ഓക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ പെണ്ണ് കാണാൻ തീരുമാനിക്കുന്നു. പിന്നീട് പെൺകുട്ടിക്ക് ഇഷ്ടമായില്ലെന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും പണ്ടത്തെ റോമിയോ ലൈജു ആവാൻ ശ്രമിക്കുകയാണ് ഷൈൻ. അങ്ങനെ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് വളയ്ക്കുന്നു. കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിൻ്റെ അവസാന ഭാഗം കുറച്ച് ടിസ്റ്റൊക്കെ ആയിട്ടാണ് വന്നിട്ട് പോയിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ മറക്കില്ല. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ കണ്ണേട്ടാന്ന് വിളിക്കാറുള്ളത് പറയുന്നുണ്ട് ഒരു ഭാഗമൊക്കെ. കണ്ണേട്ട ഫോൺ എന്ന് പറഞ്ഞാണ് ഇത് അവസാനിക്കുന്നത്. അതൊക്കെ എന്തായാലും കണ്ടവർക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ടാവും. കാരണം ഇതിൽ എനിക്ക് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഷോർട്ട് ഫിലിം കണ്ട ഫീൽ, നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഫീലാണെങ്കിൽ പോലും ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ തേപ്പിനാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് കാര്യം എന്നൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ലഭ്യം തന്നെയാണ് നമ്മുടെ റോമി ആൻഡ് ലൈജു എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം. അപ്പോൾ കാണാൻ താല്പര്യമുള്ള സമയമുള്ളവർ കണ്ടു നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് എന്തായാലും കണ്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഒരു നല്ലൊരു ഷോർട്ട് ഫിലിം തന്നെയാണ്. ഒരു വലിയൊരു ട്രെൻഡിങ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എന്ന കാര്യം പരിഗണിക്കുക. അതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.